ഞങ്ങളെ ഭീകരവാദിയൊക്കെ ആക്കി ചിത്രീകരിച്ച തൽക്കാലം ജനങ്ങൾ തെറ്റിയിരിക്കും. 5 തവണ ഞാൻ പറഞ്ഞല്ലോ, ഈ അകലാട് നിങ്ങൾ 5 സുന്നി മുസ്ലിയാക്കന്മാരെ 5 പ്രാവശ്യങ്ങൾ ഞങ്ങൾക്കും ചേൻസേരി കൂക്കാതെ, ബഹളമുണ്ടാക്കാതെ, ചോദ്യം തരാതെ, കല്ലെറിയാതെ, അതായത് ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുക. 5 ദിവസം സുന്നി ഉസ്താദ്, 5 ദിവസം ഞാനും. അകലാട്ടപ്പള്ളി മുജാഹിദ് എഴുതി തന്നിരുന്നു. 5ാമത്തെ ധൈര്യമുണ്ടോ ആദർശപരമായി പോരാടാൻ? ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ച് നിങ്ങൾ ആശയം കൂക്ക് പിടിക്കാതെ, കല്ലെറിയാതെ, പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് ഞാൻ പ്രസംഗിക്കും. നാളെ പേരോട്, മറ്റന്നാളെ ഞാൻ പ്രസംഗിക്കും. അതിന്റെ പിറ്റേന്ന് പേരോട്. ഇങ്ങനെ പേരോടെന്ന് അവതരിപ്പിച്ച വിഷയത്തെ നാളെ ഞാൻ കണ്ടിക്കും. ഞാൻ അവതരിപ്പിച്ചതിന് പേരോട് കണ്ടു. അങ്ങനെ വിഷയം അവതരിപ്പിച്ച 5 സബ്ജക്റ്റുകൾ ഒരു കൂക്കും ബഹളവും ഇല്ലാതെ 2 ടീമും കൂടി ഒന്നിച്ചിരുന്ന് കരാറിൽ ഒപ്പുവെച്ച് പ്രസംഗം മാത്രം, വാദപരിവാദമൊന്നുമില്ല, വിഷയം അവതരിപ്പിക്കും. ജനങ്ങൾ തീരുമാനിക്കും. ഒലിച്ചു പോകും അറബിക്കടലിലേക്ക് നിങ്ങളുടെ ആദർശം. സത്യം വെല്ലുവിളിയായിട്ട് പറയുന്നു നിങ്ങൾ. അപ്പോഴാണ് നിങ്ങളെ തന്റെ ഇടം തെളിയേണ്ടത്. അല്ലാതെ കൂക്കിപ്പായിട്ട് തെളിയിപ്പിച്ചിട്ടും ബഹളം ഉണ്ടാക്കി തെളിയിപ്പിച്ചിട്ടും ഇതുകൊണ്ട് കാര്യമില്ല. ഇത് ഖുർആനാണ്, ആയത്താണ്, ഹദീസാണ്. അതിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അപ്പൊ പ്രശ്നം തീരും. പോലീസുകാരൊന്നും വരേണ്ടി വരില്ല. നിങ്ങൾ നോക്ക്, മുജാഹിദുകൾ ഒരു പരിപാടി വെച്ചാൽ പോലീസിന് വരേണ്ടി വരിക. അപ്പൊ കുഴപ്പക്കാർ ഞങ്ങളോ ബാക്കിയുള്ളവരോ? നിങ്ങളൊന്ന് മനസ്സിലാക്കണേ. സുന്നികൾ പരിപാടി വെച്ചാൽ കൂക്കും ബഹളവും ഇല്ല, പോലീസുകാർക്ക് വരേണ്ടതില്ല, പെർമിഷൻ പോലും ആവശ്യമില്ല. കാരണം എന്താ? ഒറ്റ മുജാഹിദും കൂക്കയില്ല, ബഹളം ഉണ്ടാക്കിയില്ല. പറയുന്നൊക്കെ വിവരക്കേടാന്ന് മുജാഹിദൊക്കെ അറിയാം. ഒറ്റ പ്രസംഗം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നറിയാം. അതുകൊണ്ട് കൂക്കേണ്ട ആവശ്യമില്ല, ബഹളം ഉണ്ടാക്കണ്ട. സുന്നികൾ പരിപാടി സംഘടിപ്പിക്കും, പോലീസുകാർക്ക് ചീറിപ്പാഞ്ഞ് വരേണ്ടി വരലുണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ പ്രസംഗം തുടങ്ങുമ്പോഴേക്ക് സുന്നികൾ ബഹളം ഉണ്ടാകണ്ട. എന്നിട്ടോ പോലീസുകാർ വിചാരിക്കും നമ്മളാ പ്രശ്നം. ഞങ്ങളല്ല സാർ പ്രശ്നം, ഞങ്ങൾ പ്രസംഗിക്കുന്ന അവരാ പ്രശ്നം അല്ലേ? അവർ പ്രസംഗിക്കുന്നിടത്ത് പ്രശ്നം എന്തായിരുന്നോ? ഏതെങ്കിലും ഒരു സുന്നി ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ സാർ ഞങ്ങളുടെ പണ്ഡിതൻ പേരോട് എന്ന് വരുന്നുണ്ട്, മുജാഹിദുകൾ കൊളാക്കും, സ്റ്റേജ് കയ്യേറും എന്നൊരു പരാതി ഇന്ന് വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ. നേരെ മറിച്ച് മുജാഹിദുകളോടെ പരിപാടി വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ തോക്കയിട്ട് വന്നിട്ടുള്ള രക്ഷല്ല, കത്തിയും കുത്തിയായിട്ടാണ് വരുന്നത്. APK സുന്നികൾ എന്തൊരു ദയനീയതയുള്ളത്! നിങ്ങൾക്ക് എന്താ ധൈര്യം ചോർന്നു പോയത്? ഞങ്ങൾ പറയട്ടെ, ജനങ്ങൾ കേൾക്കട്ടെ. നിങ്ങൾ പ്രസംഗിക്കുന്നത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കണം. കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ ഉസ്താദുമാർ 1 ലക്ഷം ഉസ്താദുമാരുണ്ട്. നിങ്ങൾക്ക് 1 ലക്ഷം ഉസ്താദുമാർ പ്രസംഗിച്ചാലും ഞങ്ങളൊരു ലോക്കൽ ഒരു ചെക്കേ വന്ന് പ്രസംഗിച്ചാൽ ആ 1 ലക്ഷം ഉസ്താദുമാർ ഒലിച്ച് അറബിക്കടലിൽ വെല്ലുവിളി ഏറ്റെടുക്കുക. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കൂക്കാതെ, ബഹളമില്ലാതെ, കച്ചറ കളിക്കാതെ ഏറ്റെടുക്കുക. അപ്പൊ ജനസമൂഹത്തിന് മനസ്സിലാവും ഇതെന്താ സംഗതി, ഇതെന്താ സംഗതി. അങ്ങനെ ഖണ്ഡനം നടന്നിടത്തൊക്കെ അവസ്ഥ എന്തറിയോ? 5 മുജാഹിദ് പള്ളി ഉണ്ടായിട്ടും ജനങ്ങൾ തികയുന്നില്ല. അവിടെ ഇതൊക്കെ എങ്ങനെ കിട്ടി? നേരെ ഒരു സുന്നി പള്ളിയിൽ 1000 ആൾ കൊള്ളുന്നിടത്ത് പിന്നെ 100 ആളെ ഉള്ളൂ, 900 ആള് മുജാഹിദായി. അതുകൊണ്ട് അവിടെ 2 പള്ളി വേറെ ഉണ്ടാക്കേണ്ടി വന്നു. ഇതല്ലേ അവസ്ഥ? ഇത് പേടിച്ചിട്ടാണ് നിങ്ങളുടെ ഉസ്താദുമാർ. അല്ലെങ്കിൽ മക്കളെ, യുവാക്കളെ, എന്തിന് ഉസ്താദുമാർ ഈ ജാതി കാണിക്കണം? എന്തിന്? ആലോചിച്ച് നോക്കൂ. ഞാൻ വന്ന് പ്രസംഗിച്ചു, ജനങ്ങൾ കേൾക്കട്ടെ. ഞാൻ ഭീകരവാദിയാണ്, ജനങ്ങൾ കേൾക്കട്ടെ. പിന്നെ എന്നെ ഭീകരവാദി എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ഏത് കൊട്ടാരത്തിൽ കയറി ചെന്നൊരു സത്യം പറയും, അതാണ് കുഴപ്പം. ഇപ്പൊ പോലീസും കൂടെ കയറി വന്നിട്ട് അസത്യം ചെയ്ത പോലീസുകാരനോട് ചോദിക്കും, സാർ ഇതിനെന്താ? ഇതാണ് കുഴപ്പം. ഇതിനാണ് ഭീകരവാദം എന്ന് പറയുന്നത്. എന്റെ വാപ്പ പറയാം, മോനെ കള്ളുടിക്കണം, കുടിക്കില്ല വാപ്പാന്ന് വാപ്പാന്റെ മുഖത്ത് നോക്കി ഞാൻ പറയുമ്പോ പറയും ഞാൻ ഭീകരവാദി. ഇതാണ് എനിക്കുള്ള കുഴപ്പം. സത്യം മാത്രമേ പറയൂ എന്നുള്ളതാണ് അത്ര എന്റെ ഭീകരവാദം. ഒരു കോംപ്രമൈസും അസത്യത്തിന് കൂട്ടുകൂട എന്നുള്ളതാണ് അത്രേ എന്റെ ഭീകരവാദത്തിന്റെ കാരണം. സത്യം മരിക്കുന്നവരെ ഇൻഷാ അല്ലാഹ് 50 കോടി പട്ടാളം AK-47 നിന്നിട്ട് ഒരു നുണ പറയാൻ പറഞ്ഞാൽ പറയില്ലട്ടോ. വേറെ അത് സംഭവം. ഇസ്ലാമിക പ്രസ്ഥാനം ഒന്ന് വേറെയാ. നുണ പറയാൻ വന്നവരല്ലേ ഞങ്ങളുടെ സത്യം പറയും, വസ്തുത പറയും. സ്വീകരിക്കാം, തള്ളിക്കളയാം, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. ഒന്നിനും നിങ്ങൾക്ക് റിജക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാം. പക്ഷേ പറയാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കരുത്. നിരീശ്വരവാദികൾ പ്രസംഗിക്കുന്നില്ല ഇവിടെ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവിടുത്തെ മുസ്ലിങ്ങളോട്, അല്ലല്ലാണ് അല്ല കൊടുത്ത നാവുകൊണ്ട് പറയുന്നവർ ഇവിടെ കമ്മിറ്റി സംഘടനയുണ്ട്. ഓൻ ജില്ലാ സമ്മേളനം നടത്തലുണ്ട്, സ്റ്റേറ്റ് സമ്മേളനം നടത്തലുണ്ട്, മണ്ഡല സമ്മേളനം നടത്തലുണ്ട്. ഓന്റെ സ്റ്റേജ് ഇന്ന് വരെ ഒരു APK സുന്നി കയ്യേറിയിട്ടുണ്ടോ? ഇന്ന് വരെ അല്ലല്ല, അല്ല മാത്രമേ ഉള്ളൂ. വിടല്ലടാ, അവന്റെ മൂക്കിലിരിക്കണം. ഇതെന്ത് കഥ? ഏത് കല്ലും മുള്ളു ഏതിനെ ആരാധിക്കും കുഴപ്പമില്ല, ഭയങ്കര സന്തോഷം. അള്ളാനെ മാത്രമേ ആരാധിക്കൂ. അപ്പോഴേക്ക് കല്ലെറിഞ്ഞ് എന്തായത്? ഇതെന്തായത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കരുത്. ഞങ്ങൾ പറയുന്നത് കുടിക്കരുത്. എന്ത് കുടിക്കരുത്? കള്ളുടിക്കരുത്. കള്ളു കുടിക്കാൻ അറിയുന്ന സ്ഥലത്ത് പോയി ചോദിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. കള്ളുടിക്കരുത് അറിയുന്നത് കൂക്ക് പിടിക്കുക. എന്തായത്? ഇതാണ് ചോദ്യം. ഞങ്ങൾ പറയുന്നതിൽ ഒരു തെറ്റുണ്ട്
നിന്ന് പ്രമാണബദ്ധമായി തെളിയിക്കും. അതുവരെ സാധിച്ചിട്ടില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇവിടെ സാധാരണഗതിയിൽ ബാപ്പ മകന് വീടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ബാപ്പാൻ തച്ച് പുറത്താക്കുക എന്നിട്ടൊരു സമ്പ്രദായം ഉണ്ട്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ത്യന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വാങ്ങി തന്നവരാരാ? ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, APEK സുന്നികൾ, നിങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തിനെതിരായി. വസ്തുതാപരമായി ഞാൻ തെളിയിച്ചുതരാം. ഞങ്ങളുടെ നേതാക്കന്മാര് പോരാടി കിട്ടിയ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല.